റിലേഷൻഷിപ്പിൽ ട്രസ്റ്റ് ഇഷ്യൂസ് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാവുന്നത്? പലപ്പോഴും നമ്മളുടെ ലൈഫ് ജേർണിയിൽ നമ്മളുടെ ട്രസ്റ്റ് പലപ്പോഴും വയലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഹൈപ്പർ വിജിലൻറ്റും അലേർട്ടും ആവാനുള്ള സാധ്യതയുണ്ട്. ഓരോ റിലേഷൻഷിപ്പിലും നമ്മൾ വളരെയധികം ഹൈപ്പർ വിജിലൻറ്റും അലേർട്ടും ആവുമ്പോൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ആൾക്കാരെ പോലും നമ്മൾ വേദനിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ട്രസ്റ്റ് ഇഷ്യൂസ് ഉള്ള ഒരാൾക്ക് ഒരു ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുമോ, അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടൊരു റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുമോ? തീർച്ചയായിട്ടും സാധിക്കും. പക്ഷെ ആ റിലേഷൻഷിപ്പിലുള്ള രണ്ടുപേരും അതിന് ശ്രമിക്കണം എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് ഉള്ള വ്യക്തിയുടെ പാർട്ട്ണർ തീർച്ചയായിട്ടും ആ വ്യക്തിയെ സേഫ് ആയിട്ട് ഫീൽ ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതുപോലെ അവർ രണ്ടുപേരും അവരുടെ ബൗണ്ടറീസ്, ഹെൽത്തി ആയിട്ടുള്ള ബൗണ്ടറീസ് സെറ്റ് ചെയ്യുകയും അത് പരസ്പരം ബഹുമാനിക്കുകയും ആ ബൗണ്ടറീസിനെ ബഹുമാനിക്കുകയും ചെയ്യുക എന്നുള്ളതും ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതും ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനായിട്ട് സഹായകരമാണ്. അതുപോലെ റിലേഷൻഷിപ്പിന്റെ തുടക്കകാലത്തിലെങ്കിലും ആ ഒരു പാർട്ട്ണറിന്റെ ആവശ്യമനുസരിച്ച് അല്ലെ ഡിമാൻഡ് അനുസരിച്ച് ആവശ്യമുള്ള കാര്യങ്ങളിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടിരിക്കാൻ രണ്ടുപേരും ശ്രമിക്കുക എന്നുള്ളതും ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനായിട്ട് സഹായകരമാണ്.